സംഘടന താക്കീത് ചെയ്തു. ദിലീപിനെ പൂർണ്ണമായി തള്ളി ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണ് തങ്ങളെന്ന് യോഗശേഷം മമ്മൂട്ടിയും മോഹൻലാലും പ്രഖ്യാപിച്ചു. അങ്ങനെ ഉള്ളത് നാണക്കേടാണ്. നമ്മുടെ പക്ഷേ ആളുകളെ ഓരോരുത്തരെയും തിരിച്ചറിയാനും സ്ക്രൂട്ടനൈസ് ചെയ്യാനും ഒന്നും ഒരുപക്ഷെ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. ദിലീപിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യോഗത്തിൽ പങ്കെടുത്ത യുവതാരങ്ങളായ പൃഥ്വിരാജ് അടക്കമുള്ളവർ ഉയർത്തിയത്. നമ്മൾ അവിടെ എത്തി വിത്തിൻ അബൌട്ട് 5 minutes most of the decisions were taken. എല്ലാവരും യുനാനിമസ്ലി അത് അഗ്രി ചെയ്തു. ഭാവിയിൽ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനത്തെ രീതിയിലുള്ള മോശമായ കമന്റ് ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ കേസിന് പോകുമെന്ന് അമ്മ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിന് കൃത്യമായ അതേസമയം കഴിഞ്ഞ പൊതുയോഗത്തിൽ വൈകാരികമായി പ്രതികരിച്ച മുകേഷും ഗണേഷും യോഗത്തിൽ പങ്കെടുത്തില്ല. തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതാണെന്നും ആക്രമിക്കപ്പെട്ട നടിയുടെ നിയമപോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും അമ്മായോഗം വ്യക്തമാക്കി. റിപ്പോർട്ടർ റിയയ്ക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കേസിൽ ആരോപണങ്ങൾ ഉയരുമ്പോഴും ദിലീപിന് അനുകൂലമായി നിന്ന സിനിമാ സംഘടനകൾ ഇപ്പോൾ കളം മാറി ചവിട്ടുകയാണ്. ദിലീപ് ജയിലിലായതോടെ ശക്തമായ നടപടികളിലേക്ക് പോകാൻ സംഘടനകൾ നിർബന്ധിതരായി. ഫെഫ്കയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കുന്ന കാര്യം ഇന്ന് തീരുമാനിക്കുമെന്ന് ഫെഫ്ക പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേക യോഗം ചേരാതെ തന്നെ ഈ തീരുമാനത്തിലേക്ക് ഫെഫ്ക എത്തിച്ചേർന്നു. കൊച്ചിയിൽ അടിയന്തര യോഗം ചേർന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് ദിലീപിനെ പുറത്താക്കാനുള്ള തീരുമാനം ആദ്യമെടുത്തത്. തിയേറ്റർ ഉടമകളുടെ സമരം പരിഹരിക്കാനായി ലിബർട്ടി ബഷീർ നേതൃത്വം നൽകിയ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് സമാന്തരമായി ദിലീപ് തന്നെ രൂപീകരിച്ച സംഘടനയും ദിലീപിനെ പുറത്താക്കി. കോഴിക്കോട് ചേർന്ന ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷന്റെ യോഗത്തിലാണ് തീരുമാനം. ഇപ്പൊ മുമ്പോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹമില്ലെങ്കിലും ഞാനില്ലെങ്കിലും ഇത് മുമ്പോട്ട് പോകും. ഇപ്പൊ നിലവിൽ എന്തായാലും ഇതിന് മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ നേതൃസ്ഥാനത്തിൽ നിന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ കഴിഞ്ഞ പൊതുയോഗത്തിന് ശേഷമാണ് സംഘടനയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.